ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ്ഗ് കീമ റോളാണ്. ഇത് ഉണ്ടാക്കാനും ഈസിയാണ്, അതേസമയം നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനായാലും ഓഫീസിൽ പോകുന്നവർക്ക് എടുത്തിട്ട് പോകാനും പറ്റിയ ഒരു ഭക്ഷണമാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരട്ടെ. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു 10-15 ചെറിയ സൈസിലുള്ള വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒന്ന് ചെറുതാക്കി നുറുക്കിയതെടുത്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റാം. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. അതിന് ശേഷം അതിലേക്ക് ഒരു 2 സവാള നല്ലോണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. ചോപ്പറിലിട്ടിട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ഒന്ന് നിറം മാറി വന്നാൽ മതി, ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മസാലകളുടെ ഒക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ ഇത് വഴറ്റിയിട്ട് വരുമ്പോൾ അതിൻ്റെ പച്ചമണം മാറുമല്ലോ, ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 തക്കാളി അതും നല്ലോണം ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം പഴുത്ത തക്കാളി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 5 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഗ്രേറ്റ് എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത മുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഈ മുട്ട ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മസാലകളൊക്കെ എല്ലാ സ്ഥലത്താവുന്നത് മാതിരി നല്ലോണം ഒന്ന് ഇളക്കി മറിച്ച് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഇതിൽ അവസാനമായിട്ട് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, കറക്റ്റാണോ നോക്കുക. അഥവാ നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ചില്ലി ഫ്ലേക്സ് കൊടുത്താൽ മതി. അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കീമ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കീമ നമുക്ക് ചപ്പാത്തിയിൽ വെച്ച് റോൾ ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവ് ഫുള്ളായിട്ട് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഇട്ടിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ കീമ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി എന്നിട്ടിത് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കാം. റോൾ ചെയ്തതിന് ശേഷം നമ്മൾ കൊടുത്തു വിടാമെന്ന് വെച്ചിട്ട് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലുമിനിയം ഫോയിലിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നു. അങ്ങനെ ഈ കീമ റോൾ ഞാൻ അലുമിനിയം ഫോയിലിൽ ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടാവും. നടുവിൽ കട്ട് ചെയ്യുമ്പോൾ നല്ല ഉള്ളിൽ നല്ല സ്റ്റഫ്ഡ് ആയിട്ടുണ്ടാവും. ഇത് നല്ല കഴിക്കുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ഫുഡാണ്. പെട്ടെന്ന് വയറ് നിറയും. അപ്പോൾ ഇതേമാതിരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.